നമസ്കാരം. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തില്ല. നമ്മൾ മൂലം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് പൂരാട നക്ഷത്രത്തിൻ്റെ ദോഷപരിഹാരമാണ് പറയുന്നത്. അപ്പോൾ പൂരാട നക്ഷത്രക്കാർ നേരത്തെ മൂലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചെറിയൊരു ഇതുണ്ട്. അതായത് ധർമ്മസങ്കടത്തിൽ പെടുക. എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കേണ്ടി വരുന്നതുകൊണ്ട് ധർമ്മസങ്കടത്തിൽ പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ മാറാനും ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച കിട്ടുവാനും ഇവർക്കൊരു നല്ലൊരു ജീവിതം കിട്ടുവാനും ഒരു ഐശ്വര്യവും സമാധാനവും സന്തോഷവും ശാന്തിയും ജീവിതത്തിൽ ഉണ്ടാകുവാനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ വേണ്ടത് ഒരു ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഗണപതി ഭഗവാന്റെ ഓം വിഘ്നേശ്വരായ നമ എന്ന മന്ത്രമല്ല, അതൊരു പ്രാർത്ഥനയാണ്. അത് കഴിയുന്ന സമയങ്ങളിലൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക. അതായത് നിങ്ങൾ പുതിയ കാര്യം തുടങ്ങുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തും ഏതൊരു സമയത്ത് അത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഫുഡ് എന്തെങ്കിലും കഴിക്കുന്നതിന് മുന്നേ ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാര്യം പഠിക്കുന്നതിനാണെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും മനസ്സിൽ ഈ ഒരു പ്രാർത്ഥന ഭഗവാന്റെ രൂപം ധ്യാനിച്ച് ചൊല്ലുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ ഭഗവാന്റെ സങ്കടഹര സ്തോത്രം നിത്യവും രാവിലെ കുളിച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ചൊല്ലുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ പറ്റില്ലെങ്കിൽ വൈകുന്നേരം പടിഞ്ഞാറേക്ക് തിരിഞ്ഞു നിന്നാലും മതി. അപ്പോൾ ഇത് നെറ്റിലൊക്കെ കിട്ടും, സങ്കടഹര ഗണപതി ഭഗവാന്റെ സ്തോത്രം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു വരിക. അപ്പോൾ ഇത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഗണപതി പ്രീതി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും. പിന്നെ ഉള്ളത് നിങ്ങൾ ശുക്രൻ്റെ നക്ഷത്രമാണ്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ പ്രതിനിധീകരിക്കുന്ന വ്യാഴത്തിൻ്റെ രാശിയാണ് നിങ്ങൾ പൂരാട നക്ഷത്രം. അപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്യണം. അതായത് ജന്മനക്ഷത്രങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രം ദർശനം നടത്തി നിങ്ങൾ ലക്ഷ്മി നാരായണ മന്ത്രാർച്ചന നടത്തണം. അത് നിങ്ങൾ വളരെ നല്ലതാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു പോരുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ പൂരാട നക്ഷത്രം വരുന്ന ദിവസം മഹാവിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ ഏതെങ്കിലും വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ലക്ഷ്മി നാരായണ മന്ത്രാർച്ചന നടത്തുകയും അവിടെ ഇരുന്ന് കഴിയുന്നതും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾ കഴിയുന്നതും വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ലക്ഷ്മി നാരായണ ഭാഗത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെയും നല്ലത് തന്നെയാണ്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഗണപതി പ്രീതിയോടൊപ്പം ലക്ഷ്മി സമേതനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രീതിയും കൂടി വരുമ്പോൾ നിങ്ങളുടെ സമ്പത്ത്, ഐശ്വര്യം, സന്തോഷം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വരും. അതായത് ഇതിനൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളെ